പത്തനംതിട്ട ഇലന്തൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ ആക്രമിച്ചത് പോലീസിൽ പരാതിപ്പെട്ടതിനാണ്. അക്രമികൾ പിടിയിലായിട്ടുണ്ട്. ഇവർ സ്ഥിരം കുറ്റവാളികൾ എന്നാണ് പോലീസ് പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പ്രതികളിൽ ഒരാൾക്കെതിരെ ഇലന്തൂർ സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കമ്പി വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ 2 പേരെ ആറന്മുള പോലീസ് പിടികൂടി. ഇലന്തൂർ വലിയവട്ടം സ്വദേശി അനീഷ് അശോക്, പ്രക്കാനം ചെന്നീർക്കര സ്വദേശി മായാസൻ എന്നിവരാണ് പിടിയിലായത്. ആക്രമണത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയി. ബൈക്കിൽ പ്രതികൾ വരുന്നതായി വിവരം ലഭിച്ച പോലീസ് കാത്തുനിന്ന വാഹനം തടഞ്ഞു. പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ പ്രതികൾ ശ്രമിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അനീഷിന് കാലിന് പരിക്കേറ്റു. തുടർന്ന് 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിൽ ഇവരോടൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നതായി യുവാവിന്റെ പരാതിയിലുണ്ട്. 3-ാം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ആറന്മുള SHO സജു അറിയിച്ചു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളെന്നും പോലീസ് പറഞ്ഞു. 1-ാം പ്രതി അനീഷ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ 4 ക്രിമിനൽ കേസുകളിലും, 2-ാം പ്രതി മായാസൻ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 5-ഉം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 4-ഉം ചിറ്റാർ ആറന്മുള പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ കേസിലും പ്രതികളാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.